സർക്കാരിന്റെ ആരോഗ്യ കേരളം പദ്ധതിയുടെ കഴിവില്ലായ്മയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പദ്ധതിയിലുണ്ടായ പിഴവിന്റെ ഇരയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ച കൊല്ലം പത്മന സ്വദേശി വേണുവെന്ന് അദ്ദേഹം ആരോപിച്ചു. വേണു മരിച്ചതല്ലെന്നും 9.5 വർഷം കൊണ്ട് ഈ സർക്കാർ തകർത്ത് തരിപ്പണമാക്കിയ ആരോഗ്യവകുപ്പും കുത്തഴിഞ്ഞ സംവിധാനങ്ങളും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്നും അദ്ദേഹം ആരോപിച്ചു. സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും വേണുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മരണശേഷവും തന്നെ മരണത്തിലേക്ക് തള്ളിവിടുന്നവരെ കുറിച്ച് വേണു കേരളത്തോട് സംസാരിക്കുകയാണ്. ഒരു നിവൃത്തിയും ഇല്ലാതെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന കേരളത്തിലെ നിസ്സഹായരായ ഓരോ സാധാരണക്കാരന്റെയും സങ്കടങ്ങളും ആത്മരോഷവുമാണ് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിലുള്ളത്. അടിയന്തര ആൻജിയോഗ്രാമിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വേണുവിന് 6 ദിവസമായിട്ടും ചികിത്സ നൽകിയില്ല. നായയെ നോക്കുന്ന കണ്ടുകൊണ്ട് പോലും രോഗികളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വേണു തന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതും സിസ്റ്റത്തിന്റെ തകരാറാണ്. എന്നാൽ സിസ്റ്റം തകരാറിലാക്കിയതിന്റെ പ്രധാന ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ പരാജയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ ഇതേ മെഡിക്കൽ കോളേജിലെ വകുപ്പ് തലവൻ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്താനും നിശബ്ദനാക്കാനും ശ്രമിച്ചതും ഇതേ മന്ത്രിയാണ്. നിങ്ങളുടെ കെടുകാര്യസ്ഥതയുടെയും കഴിവില്ലായ്മയുടെയും ഇരകളായി മാറുന്നത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവും അനാസ്ഥയും തുടർച്ചയായി ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആരോഗ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു എളുപ്പമില്ലാതെ ആ കസേരയിൽ ഇരിക്കാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഉത്തരവാദിത്ത ബോധമുള്ള ആരെയെങ്കിലും മന്ത്രിസ്ഥാനം ഏൽപ്പിക്കുന്നതാണ് സാധാരണക്കാരുടെ ആരോഗ്യത്തിനും ജീവനും നല്ലതെന്നും വേണുവിന്റെ ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതാണ് നല്ലതെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണു കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. 6 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. വേണു മരിച്ചിട്ടും വേണു കേരളത്തിലെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാശുപത്രിയിൽ എന്താണ് നടന്നത് എന്നാണ്. പൂർണ്ണമായ അവഗണനയാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി അവരെ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തേടിയ റിപ്പോർട്ടുകളുടെയും കിട്ടിയ റിപ്പോർട്ടുകളുടെയും ഒരു സമാഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വോള്യങ്ങൾ വരും. അത്രമാത്രം തകരാറുകളാണ് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യമന്ത്രി തന്നെ സമ്മതിച്ചു സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ആ സിസ്റ്റം തകരാറിലാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരാണ്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. മരുന്നില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, കാർഡിയോളജി സെന്ററിൽ സപ്ലൈ ചെയ്ത സാധനങ്ങൾ സപ്ലൈ ചെയ്ത കമ്പനികൾ തിരിച്ചെടുക്കാൻ പോകുന്നു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികൾ കൊടുക്കാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പൂർണ്ണമായ അവഗണനയാണ് സർക്കാർ കാണിച്ചത്. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തകർന്നു തരിപ്പണമായി. സത്യത്തിൽ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത്. അവർ സ്വയം രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. എല്ലാ ആശുപത്രികളിൽ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. മൊത്തം സംവിധാനങ്ങൾ മുഴുവൻ, ആരോഗ്യ സംവിധാനങ്ങൾ മുഴുവൻ താറുമാറായി കഴിഞ്ഞു. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗം പോവുകയാണ്. എന്നിട്ടത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, 100 കണക്കിന് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ അത് എല്ലാ ദിവസവും എന്ന രീതിയിൽ ആവർത്തിക്കപ്പെടുകയാണ്. വളരെ മോശമായിട്ടാണ് രോഗികളോട് പെരുമാറുന്നത്. അത് ഡോക്ടർ ഹാരിസ് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ഡോക്ടർ ഹാരിസിനെ ഭീഷണിപ്പെടുത്താനും ഒതുക്കാനുമാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചത്. അതിൻ്റെ എല്ലാം പരിണത ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ.